ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സുഭാഷിതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സുഭാഷിതം എന്താണെന്ന് നമുക്ക് നോക്കാം. യോ നാത്മജേ ന ച ഗുരൗ ന ച ഭൃത്യവർഗേ ദീനേ ദയാം ന കുരുതേ ന ച ബന്ധുവർഗേ കിം തസ്യ ജീവിതഫലം ഹി മനുഷ്യലോകേ കാകോപി ജീവതി ചിരായ ബലിം ച ഭുങ്ക്തേ. യോ എന്ന് പറഞ്ഞാൽ യഹ. യോ നാത്മജേ, നാ പ്ലസ് ആത്മജേ, ന ച ഗുരൗ ന ച ഭൃത്യവർഗേ ദീനേ ദയാം ന കുരുതേ ന ച ബന്ധുവർഗേ കിം തസ്യ ജീവിതഫലം ഹി മനുഷ്യലോകേ കാകോപി. കാക പ്ലസ് അഭിയാണ് കാകോപിയുടെ പ്രശ്ലേഷം ഈ ചിഹ്നിട്ടിരിക്കുന്നത് ആ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി. കാകോപി ജീവതി ചിരായ ബലിം ച ഭുങ്ക്തേ. അപ്പോൾ ആദ്യം എന്താ അത് നമുക്കത് ഇതിൻ്റെ ആയിട്ട് നോക്കാം. യഹ ആത്മജേ ഗുരൗ ഭൃത്യവർഗേ ദീനേ ദയാം ബന്ധുവർഗേ ച ന കുരുതേ തസ്യ ജീവിതം ഹി മനുഷ്യലോകേ കിം ഫലം കാകോപി ചിരായ ബലിം ച ഭുങ്ക്തേ ജീവതി. അപ്പോൾ ആദ്യം യോ എന്ന് പറഞ്ഞ യഹ ആരാണോ എന്താണ് ആത്മജേ. ആത്മജ എന്ന് പറഞ്ഞാൽ പുത്രൻ, പുത്രി ആത്മജ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി, അവരവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആത്മജേ ആത്മജയ്ക്ക് കുട്ടികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. പിന്നെയോ എന്നുവെച്ചാൽ ഗുരുക്കന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. പിന്നെ എന്നുവെച്ചാൽ ഭൃത്യവർഗേ, വീടുകളിലെ ഭൃത്യരായിട്ടുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. ദീനേ ദയാം, ദീനരായിട്ടുള്ളവരും ശരണായിട്ടുള്ളവരും ഒക്കെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. ബന്ധുവർഗത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്ന കുരുതേ, ഒന്നും ചെയ്യാതിരിക്കുക. അതുകൊണ്ട് തസ്യ, അവൻ്റെ അങ്ങനെ ചെയ്യാതിരിക്കുന്നവൻ്റെ ജീവിതമാകട്ടെ മനുഷ്യലോകം ഈ ലോകത്തിൽ തന്നെ കിം ഫലം, അവർക്ക് എന്ത് ഫലമാണുള്ളത്? ഒരു ഫലവും ഇല്ലയെന്ന് കാണിക്കുകയാണ്. എന്നിട്ട് അതിനൊരു ഉദാഹരണം പറയുകയാണ്. കാകോപി ചിരായ ബലിം ച ഭുങ്ക്തേ ജീവതി. കാക്കയും ചിരായ വളരെ കാലം ബലിം ച ഭുങ്ക്തേ. ബലിം എന്ന് പറഞ്ഞാൽ ബലി എന്ന് പറഞ്ഞാൽ എന്താ? പിതൃതർപ്പണത്തിനായി നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ അതിൽ ചോറ് ഉരുട്ടി വയ്ക്കുമല്ലേ, അത് കഴിച്ചുകൊണ്ട് പോണേ ആരാണ്? കാക്കയാണ് അല്ലേ. അപ്പോൾ ചിരായ വളരെ കാലം ബലിച്ചോറ് ഉണ്ടിട്ട് ഭുങ്ക്തേ ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നു. ബലിച്ചോറ് ഭക്ഷിച്ചുകൊണ്ടാണ് ഈ കാക്കകൾ ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പം നമുക്ക് ആദ്യത്തത്, അതായത് ആരാണോ കുട്ടികൾക്ക് വേണ്ടിയും ഗുരുക്കന്മാർക്ക് വേണ്ടിയും ഭൃത്യർക്ക് വേണ്ടിയും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും അതുപോലെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടും ഒരു ഉപകാരം ചെയ്യാതെ പ്രയത്നിക്കാതെ ജീവിക്കുന്നത്, അവൻ്റെ ജീവിതം കൊണ്ട് ഈ ലോകത്തിന് എന്ത് പ്രയോജനമാണുള്ളത് എന്നാണ് പറയുന്നത്. കാക്കകൾ ജീവിക്കുന്നത് പോലെ അവർ ജീവിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആർക്കൊക്കെ വേണ്ടി നമുക്ക് ജീവിക്കാം എന്നാണ് ആദ്യം പറഞ്ഞത്. ആർക്കൊക്കെ വേണ്ടി ജീവിക്കാം? ഒന്നാമത്തത്, നമ്മൾ വാർദ്ധക്യകാലമാകുമ്പോൾ ശുശ്രൂഷിക്കാനും അതുപോലെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ബലി അർപ്പിക്കാനും ഒക്കെ ആര് വേണം? മക്കൾ വേണം അല്ലേ. അപ്പോൾ അതാണ് ആദ്യത്തത്, ആത്മജയെ. അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. അവർക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം, പ്രയത്നിക്കണം. പിന്നെ രണ്ടാമത്തെ ഗുരുവിൻ്റെ കാര്യം പറഞ്ഞു. വിദ്യ നേടിത്തരുന്നത് ഗുരുവാണ് അല്ലേ. അപ്പോൾ വിദ്യ പ്രദാനം ചെയ്യുന്ന ഗുരുവിനെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഗുരുവിനെ പിന്നെ നമ്മൾ ഗുരു നിന്ന കാണിക്കരുത്. പണ്ടൊക്കെ പിന്നെ പുരാണങ്ങളിലൊക്കെ പറയുമല്ലോ, ഗുരു നിന്ന കാണിച്ചാൽ അതിൻ്റെ ഫലം കിട്ടുന്ന കാര്യമൊക്കെ ഗുരു ശപിക്കും. അപ്പോൾ അതൊക്കെ പണ്ടത്തെ കാര്യമാണ്. എന്നാൽ അത് പിന്നെ വിദ്യ പ്രദാനം ചെയ്ത ഗുരുവിനെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അദ്ദേഹത്തിൻ്റെ ശാപം നമ്മൾ ഒരിക്കലും ഏൽക്കാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കണം എന്നാണ്.
അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പറഞ്ഞു ഭൃത്യവർഗേ, നമ്മുടെ വീടുകളിൽ ജോലി ചെയ്യുന്നവരും അതുപോലെ കൃഷിയിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ കാണും. അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഒരു ജോലി ചെയ്യുകയാണ്, അതുകൊണ്ട് അവരെ ഒരിക്കലും നമ്മൾ മറക്കരുത്. അവർക്ക് വേണ്ട പരിഗണന കൊടുക്കണം, വേണ്ട വേതനം കൊടുക്കണം, പരിഗണന കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് ദീനേദയമാണ്. ദീനേദയ എന്ന് പറഞ്ഞാൽ യാചകരായിട്ടുള്ളത്, ദീനത അർഹിക്കുന്നവർ, ദയ അർഹിക്കുന്നവർ, അങ്ങനെയുള്ളവർ, ദീനർ, അത് യാചകർ തുടങ്ങിയവരെ എന്ത് ചെയ്യണം? അവരെയും നമ്മൾ സഹായിക്കണം. അവസാനം പറഞ്ഞു ബന്ധുജനങ്ങൾ. ബന്ധുജനങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? അവരാണ് നമ്മൾ സഹായിക്കുന്നവരാണ്, എന്നോട് സഹായിക്കുന്നവരാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നാമും എന്ത് ചെയ്യണം? അവരെ അങ്ങോട്ട് സഹായിക്കണം. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യണം? ജീവിച്ചില്ലെങ്കിൽ, ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ വേണ്ടി ജീവിച്ചില്ലെങ്കിൽ മനുഷ്യ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ഈ സുഭാഷിതത്തിൽ പറയുന്നത്. അതിന് ഉദാഹരണവും പറഞ്ഞു തന്നു. എന്താണ്? വലിച്ചോറൊന്നും ജീവിക്കുന്ന ഒന്നാണെന്ത്? കാക്കകൾ. അത് വലിച്ചോറ് കൊണ്ട് ജീവിച്ച് കഴിക്കും, വേറെ ഒന്നും അത് ചെയ്യുന്നില്ല. പിതൃതർപ്പണത്തിനായി കൊടുക്കുന്ന ബലിച്ചോറ് കൊണ്ടുകൊണ്ട് വളരെ നാൾ ജീവിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ പിതൃതർപ്പണത്തിനായി ചെയ്യുന്ന കർമ്മങ്ങളിൽ ബലിച്ചോറ് തിന്നാണ് ഈ കാക്കകൾ ജീവിക്കുന്നത് അതുപോലെയാണ് ചില ആളുകൾ. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തവർ എന്നാണ് ഇവിടെ സുഭാഷിതകാരൻ പറഞ്ഞു തരുന്നത്. അപ്പം അങ്ങനെ ആർക്ക് വേണ്ടിയും പ്രയത്നിക്കാതെ ജീവിക്കുന്ന ചില ആൾക്കാർ കാക്കകളോട് സമന്മാരാണ് എന്നാണ് സുഭാഷിതകാരൻ പറയുന്നത്. ആർക്ക് വേണ്ടിയും ഉപകാരം ചെയ്യാതെ അല്ലെങ്കിൽ പ്രയത്നിക്കാതെ ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെ എന്തായിട്ട് പറയുന്നു? ബലിച്ചോറുണ്ട് ജീവിതകാലം കളയുന്ന കാക്കകളോട് സാമ്യപ്പെടുത്തുകയാണ് ഇവിടെ സുഭാഷിതകാരൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.